വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഈസ്റ്റ് ഇല്ലാത്ത ഒരു പാലപ്പമാണ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇഡ്ലി അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ചരി നോക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്തിരി നീളമുള്ള നല്ല പച്ചരി നോക്കി എടുത്താലും മതി. ഇഡ്ലി അരി ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് ഉള്ളത്. അരി ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി വെക്കാം. നല്ലപോലെ കുതിർന്ന് കിട്ടിയാലാണ് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുക. ഇഡ്ലി അരി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂർ നല്ലപോലെ കുതിർത്തി വെക്കാം. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് അളവിലാണ് ഉഴുന്ന് വേണ്ടത്. അരി കുതിർത്തതിനോടൊപ്പം തന്നെ ഉഴുന്നും വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തി മാറ്റി വെക്കണം. 4 മുതൽ 6 മണിക്കൂർ വരെ ഉഴുന്നും കുതിർത്തണം. ഉഴുന്നിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ ഒരു ദോശയ്ക്കൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റാണ് വരിക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഈ ഒരു അപ്പത്തിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നതിനേക്കാട്ടിലും ഫ്രഷ് ആയിട്ടുള്ള ചിരവിയ തേങ്ങ എടുക്കുന്നതാണ് നല്ലത്. 250 ml കപ്പിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുക്കാം 2 കപ്പ് അരി എടുക്കുന്ന സമയത്ത്. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് നന്നായി കഴുകി കുതിർത്തി വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കഴുകി വെക്കണം. അതിനുശേഷമാണ് 4-5 മണിക്കൂർ കുതിർത്തേണ്ടത്. ഇഡ്ലി അരി ആയതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂറൊക്കെ മതി. പച്ചരി ആണെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇട്ട് നല്ലോണം കുതിർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട്. ഏത് വേവിച്ച ചോറും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മട്ട അരി ചോറാണ് ചേർത്തിട്ടുള്ളത്. വെളുത്ത അരിയുടെ ചോറ് ചേർത്താൽ അപ്പത്തിന് നല്ലൊരു കളർ ഉണ്ടാവും. ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുതിർത്തി വെച്ച ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നും ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ അരിയും ഉഴുന്നും അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കൂടെ ഇനി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആദ്യം തേങ്ങാപ്പാൽ പോലെ എടുത്തിട്ട് അതിൽ ചേർത്ത് അരയ്ക്കണമെങ്കിലും അരയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും 1/2 കപ്പ് വെള്ളവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ അരച്ചെടുക്കുക. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതൊരു മീഡിയം മധുരമായിരിക്കും. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ ഈ ഒരു മാവ് നല്ലതുപോലെ പുളിച്ചു പോകും. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. ഈ ഒരു സമയം തൊട്ട് ഏകദേശം 8 മുതൽ 15 മണിക്കൂർ വരെ ഈ മാവ് വെക്കാം. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് പൊന്തി കിട്ടും. സാധാരണ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന മാവ് പോലെ ഒരുപാട് പൊന്തി വരില്ല. ഒരു വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ വെച്ച ഒരു മാവാണ്. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊന്തി വരില്ല. എന്നാൽ ഈ ഒരു മാവ് നല്ലപോലെ പുളിച്ച് കറക്റ്റായിട്ട് ഫെർമെൻറ്റേഷൻ നടന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 മുതൽ 15 മണിക്കൂർ വരെയൊക്കെ ആവും ഈ ഒരു മാവ് നല്ലപോലെ പൊന്തി വരാനായിട്ട്. പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് വൈകുന്നേരമേ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് പൊന്തി വരിക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഈ ഒരു മാവ് വെച്ചാൽ പെട്ടെന്ന് പുളിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഉപ്പ് ചേർത്തത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പാലപ്പം റെഡിയാക്കാൻ വേണ്ടി അപ്പച്ചട്ടി നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരുപാട് ചൂടാക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ചൂടിൽ മാവ് ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ഹോൾസ് എല്ലാം വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. സാധാരണ നമ്മൾ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല ഹോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ഞാൻ മട്ട അരിയുടെ ചോറ് ഇട്ടിട്ട് പോലും നല്ല വൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ തേങ്ങയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെയാണ്. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം വേവിച്ചെടുക്കുക. അതിനുശേഷം
തീ ഒന്ന് കുറച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത അപ്പം ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പാനിൽ കിട്ടില്ല. അതുപോലെ കറക്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു അപ്പം എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് കളറാണ്, ഒരുപാട് ഹോൾസൊക്കെ ഉണ്ട്. അടുത്ത അപ്പവും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് അപ്പം വേവിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾക്ക് സൈഡ് വശം മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ സൈഡ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്. നമ്മുടെ പണ്ടത്തെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന നല്ല രുചിയുള്ള ഒരു അപ്പമാണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഫെർമെൻറ്റേഷൻ നടന്ന മാവ് ഒഴിച്ചിട്ട് നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ അത് നന്നായി പുളിച്ച് കിട്ടും. അപ്പോൾ ഈസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്